അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഭാഗത്തേക്ക് പോവാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ മൈക്രോയില് പഠിച്ചതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് 3 തരമാണുള്ളത്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സെക്കൻഡ് വൺ ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, തേർഡ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ സമയത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇലാസ്റ്റിസിറ്റി 5 തരമുണ്ട്. ഒന്ന് ഇൻഫിനിറ്റി, പ്രൈസിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയൊരു മാറ്റം, ഇൻഫിനിറ്റ് മാറ്റം ഉണ്ടാകുന്നതിന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും. പിന്നെ അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് ഇലാസ്റ്റിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. യൂണിറ്ററി ഇലാസ്റ്റിക്, പ്രൈസിൽ എത്ര മാറ്റമാണുള്ളത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലും അതേ പ്രപ്പോർഷനായിട്ട് മാറ്റം ഉണ്ടാകുന്നതിന് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് എന്ന് പറയും. പ്രൈസിൽ എത്ര മാറ്റം ഉണ്ടാവും അതിനെക്കാട്ടി കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നതിന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്നും. പ്രൈസിലുള്ള മാറ്റത്തിന് കാട്ടി കുറവ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവുന്നെങ്കിൽ അതിനെ നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മള് മാത്തമാറ്റിക് അടിസ്ഥാനത്തിൽ, മാത്സിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇലാസ്റ്റിറ്റി കണ്ടെത്താം, അതിന്റെ ഒരു ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ ED = dq / dp × p/q. ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൽ പ്രൈസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലാസ്റ്റിറ്റി കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഇൻറ്റു p/q, പ്രൈസ് / q. ചില കേസിൽ പ്രൈസും ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്ത് തരും. അപ്പൊ dq ആദ്യം കാണാം, ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് dp കാണാം, അതവിടെ എഴുതാം, പിന്നെ p/q. അത് റവന്യൂയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ AR / AR - MR. നമുക്ക് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്നും ഇലാസ്റ്റിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് AR കാണാം, MR കാണാം, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. പിന്നെ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിറ്റി കാണുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി പറഞ്ഞാല്? പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് വൺ ഗുഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡിൽ മാറ്റം എത്ര ഉണ്ട്. അതിവിടെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാർഷ്യൽ ഡിഫറൻസ് QX / PY × PY / PX. ഓക്കെ, ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഇത് പ്രൈസ് ഓഫ് Y എന്ന കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് X എന്ന കമ്മോഡിറ്റി. ഈ ക്രോസ് ഇലാസ്റ്റിറ്റി 2 തരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്. അപ്പൊ അതിന്റെ QX / PY is greater than 0 ആയിരിക്കും. അതുപോലെ QY / PX greater than 0 ആയിരിക്കും. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ് പറഞ്ഞാൽ 2 ഗുഡും ഒരുമിച്ച് കൺസ്യൂം ചെയ്യണം. കാറും ടയറും. ഓക്കെ, കാറും ടയറും അത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതിന്റെ ക്രോസ് ഇലാസ്റ്റിറ്റിയുടെ ഭാഗമായിട്ട് QX / PY is less than 0 ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഒന്നിന്റെ വില കൂടിക്കഴിഞ്ഞാല് മറ്റൊന്നിന്റെ ഡിമാൻഡ് കൂടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ടയറിന്റെ വില നല്ലവണ്ണം കൂടിക്കഴിഞ്ഞാൽ കാറിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യാം? കുറയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ കാറിന്റെ വില കൂടിയാൽ ടയറിന്റെ ഡിമാൻഡ് കുറയും. അപ്പോ അതാണ് ഇതിന്റെ അടിസ്ഥാനം. QX / PY
ലെസ് ദാൻ 0, dou qy divided by dou px is less than 0. ഇനി ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റി പറഞ്ഞാൽ എന്താണ്? പ്രപ്പോർഷൻ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം, അത് dq ഡിവൈഡ് ബൈ dy ഇൻറ്റു y ബൈ q. നേരത്തെ നമ്മളിവിടെ പ്രൈസ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഇൻകം ആയിരിക്കും. അപ്പോ ഒരു ക്യൂവിന്റെ ഇക്വേഷൻ, ഒരു ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മള് ഇൻകം വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഇൻറ്റു y ബൈ q. ഓക്കെ, ഇങ്ങനെയാണ് ഈ 3 ഇലാസ്റ്റിറ്റിയും കാണും. ഇനി ഇതിന്റെ കൂടെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്. ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാണേണ്ടത് എങ്ങനെയാണ്? ES ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dp ഇൻറ്റു p ബൈ q. ഇവിടെ എന്തായിരിക്കും? QS ആയിരിക്കും, ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സപ്ലൈയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. അപ്പോ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതേപോലെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ പറഞ്ഞു. ഇനി ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സപ്പോസ് ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഫാൾസ് ഫ്രം RS6 to RS4 പെർ യൂണിറ്റ്. പ്രൈസ് എത്രയായിരുന്നു? 6ൽ നിന്നും 4ലോട്ട് ചേഞ്ച് ചെയ്തു. ആൻഡ് ഡ്യൂ ടു ദിസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ദ കമോഡിറ്റി ഇൻക്രീസസ് ഫ്രം 80 യൂണിറ്റ് ടു 120 യൂണിറ്റ്. കൂടി എന്തായി? 80ൽ നിന്ന് 120ലേക്ക് ചേഞ്ച് ചെയ്തു. ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. EP is equal to change in Q divided by change in P into P by Q. എത്ര വേണം ചേഞ്ച് ചെയ്തത്? പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 40, അതുപോലെ പ്രൈസിൽ 2, അതുപോലെ തന്നെ ഒറിജിനൽ പ്രൈസ് എത്ര 6, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8. ഇത് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. അപ്പൊ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫൈൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ ഡിമാൻഡ് ഫംഗ്ഷൻ Q is equal to 16 by P cube. നമ്മോട് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ എന്തിൽ നിന്നും? Q is equal to 16 divided by P cube. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഇതിന്റെ നമ്മളെ ഇക്വേഷൻ എന്താ? dq divided by dp into p by q. ഇനി എന്ത് ചെയ്യാം? ഇതിൽ dq ഡിവൈഡ് ബൈ dp ആണ്. ഇതിന്റെ ഡിഫറൻസിയേഷൻ കാണണം. dq ഡിവൈഡഡ് ബൈ dp ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ p ക്യൂബ്. അതെന്തായി മാറും? അതിനെ നമുക്ക് ആദ്യം ഈ ക്യൂവിനെ തന്നെ എന്താക്കി മാറ്റാം? 16 ഇൻറ്റു p പവർ -3. ഇത് ഇങ്ങോട്ട് കൊണ്ട് ഇതിനെ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ എന്ത് കിട്ടും? -48 p പവർ -4 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഈ ഇക്വേഷനിൽ കൊടുക്കാം. -48 p പവർ -4 ഇൻറ്റു p ബൈ 16 p പവർ -3. ഇനി നമ്മൾ എന്ത് ചെയ്ത്
16 p പവർ മൈനസ് 3. ഇനി ഈ ഡിനോമിനേറ്ററിനെ ഇതില് p പവർ മൈനസ് 3നെ മുകളിലോട്ട് കൊണ്ടുപോകണം. മൈനസ് 48 p പവർ മൈനസ് 4 ഇൻറ്റു p ബൈ p ഇൻറ്റു p പവർ 4 ഡിവൈഡഡ് ബൈ 60. ഇനി എന്ത് ഈ p പവർ മൈനസ് 4നെ അടിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന മൈനസ് 48 ഡിവൈഡഡ് ബൈ p പവർ 4 ഇൻറ്റു p പവർ 4 ഡിവൈഡഡ് ബൈ 60. ഇതും വെട്ടിപ്പോയി. പിന്നെ എന്താ മൈനസ് 3. അപ്പൊ നമുക്ക് ഇവിടെ ഇലാസ്റ്റിറ്റി എന്തായിട്ട് -3 എന്ന് നമുക്ക് കിട്ടി. അപ്പോ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. അടുത്തത് ക്രോസ് ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഫോർ ദ ഫോളോയിങ് ഡിമാൻഡ് ഫംഗ്ഷൻ. Q1 = 40 minus 2P1 plus 3P2. P1 = 2, P1 2, P2 = 5. P1 2 P2 5 ആണ് തന്നത്. അവിടെ ഇലാസ്റ്റിറ്റി ഇക്വേഷൻ എന്താ? E12 = dou Q1 divided by dou P2 into P2 divided by Q1. അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം dou Q1 by dou P2 കാണും. dou Q1 by dou P2 പ്രൈസ് ഇലാസ്റ്റിറ്റി ആകുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഇലാസ്റ്റിറ്റി എന്തായി? 0 ആയി പോയി. ഇവിടെ P2 വെച്ചിട്ടാണ്. അപ്പൊ P1 കോൺസ്റ്റന്റ് ആണ്. ഇതും 0 ആയി പോയി. പിന്നെ ഇതിന്റെ ഇലാസ്റ്റിറ്റി കാണുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 3 എന്ന് കൊടുത്തു. P2 നമുക്ക് തന്നാണ് 5. പിന്നെ Q1 ഇതില് Q1ന്റെ ഇതില് P1 ഉം P2ന്റെ വാല്യൂ കൊടുക്കാം. 40 minus 2 into 2 plus 3 into P2, 3 into 5 equal to 40 minus 4 plus 50 equal to 51. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 51 കൊടുക്കാം. അങ്ങനെ ഇതെന്തായി? 50 minus 51 equal to 0.21. അപ്പൊ ഇതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് ഈ പറഞ്ഞ രണ്ട് ഗുഡ്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR, MR ആൻഡ് ഇലാസ്റ്റിറ്റി. ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ E = dq divided by dp into p/q. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു വന്നാൽ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു വന്നാൽ MR = p into 1 minus 1/e. ഇവിടെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. E = 1. E = 1. ഈ 1 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ MR = p into 1 minus 1/1 = MR = p into 1 minus 1 0. അപ്പൊ E = 1, MR = 0. ഈ 1 ആകുമ്പോൾ E = 1 ആകുമ്പോൾ MR എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് E is greater than 0. അടുത്തത് E is greater than 1. Then MR = p into 1 minus 1/2. Then MR = p into 1 minus 1/2 എത്ര ആയിരിക്കും? 1 minus 1/2 എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ 1. MR is ഗ്രേറ്റർ ദാൻ 0. അതുപോലെ തന്നെ E is less than 1. E is less than 1. Then MR is p
into 1 minus 1/4. ഇത് നമ്മൾ ചെയ്യുമ്പോൾ MR നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. MR നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പൊ MR എന്തായിരിക്കും? ലെസ് ദാൻ 0. ഈസ് ലെസ് ദാൻ 1. MR ഈസ് ലെസ് ദാൻ 0. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഇലാസ്റ്റിറ്റി 1 ആയാലും MR 0 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയാലും MR ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആയാലും MR ലെസ് ദാൻ 0 ആയിരിക്കും. അത് ഇനി TR MR ഇലാസ്റ്റിറ്റി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. MR is equal to 0. അപ്പൊ എന്തായിരിക്കും? TR മാക്സിമം ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതില്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ മൈക്രോയില്. MR 0 എത്തുന്ന സമയത്ത് ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? മാക്സിമം ലെവലില് MR എന്തായിരിക്കും? 0 ആയിരിക്കും. റവന്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഇലാസ്റ്റിറ്റി is equal to 1. ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ MR is greater than 0. MR greater than 0 ആകുമ്പോൾ ടോട്ടൽ റവന്യൂ എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. MR ലെസ് ദാൻ 0 ആകുമ്പോൾ ടോട്ടൽ റവന്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് പഠിച്ചു നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ചില എസ്സേ ക്വസ്റ്റ്യനുകളും ചില വാല്യൂകൾ തന്നിട്ട് ചിലത് കണ്ടെത്താൻ പറയും. അപ്പോഴേക്ക് ഉപകാരപ്രദമാകും. അപ്പോ AR MR ഈ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി.